വീടിൻ്റെ അവസ്ഥ മാറും, കുടുംബത്തിൻ്റെ അവസ്ഥ മാറും, സ്വഭാവത്തിൻ്റെ അവസ്ഥ മാറും, സാമ്പത്തികത്തിൻ്റെ അവസ്ഥ മാറും. മാറ്റം വരും, സ്വഭാവ രൂപീകരണം സംഭവിക്കും. നിങ്ങൾ കണ്ടോ, പിശാച് ബാധിതന്റെ അടുത്തേക്ക് യേശു വന്നപ്പോൾ അവന്റെ സ്വഭാവത്തിന് മാറ്റം വന്നു, സ്വഭാവ രൂപീകരണമുണ്ടായി. ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവം രൂപീകരിക്കും, സ്വഭാവ രൂപീകരണം ഉണ്ടാവും, രക്ഷപ്പെട്ടു വരും. പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മുപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും തരട്ടെ, സമാധാനം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്, രക്ഷപ്പെട്ടു വരണം, ഉയരങ്ങളിലെത്തണം, നന്നായി പഠിക്കണം. ആരാധനയുള്ളൊരു തലമുറ ഉയർന്നു വരണം, പ്രാർത്ഥനയുള്ളൊരു തലമുറയെ ഉയർത്തിക്കൊണ്ടുവരണം. സമർത്ഥരായവർ വളർന്നു വരണം, മിടുമിടുക്കരായവർ കയറി വരണം. അനുഗ്രഹത്തോടെ ആയിരിക്കട്ടെ. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ വിദ്യാഭ്യാസം, പഠനം, ജോലി സകലതും അനുഗ്രഹമാകും. നല്ല വീടുകൾ വയ്ക്കാൻ, നല്ല വാഹനത്തിൽ യാത്ര ചെയ്യാൻ, നല്ല ഭക്ഷണം കഴിക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ. ഇതെല്ലാം ദൈവാനുഗ്രഹമാണ്. ഒരു ദോഷവും വരരുത്, ഒരു തിന്മയും വരരുത്, ഒരു അനർത്ഥവും എൻ്റെ കൂടാരത്തെ തൊടുക പോലും ചെയ്യരുത്. കർത്താവേ, അങ്ങയുടെ സംരക്ഷണത്തിൻ്റെ വേലിയെ ഉയർത്തി പണിയണമേ. അങ്ങയുടെ സുരക്ഷിത കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. ശരീരം, മനസ്സ്, ഇടപാടുകൾ, ബന്ധങ്ങൾ അങ്ങയുടെ സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. 91-ാം സങ്കീർത്തനത്തിൽ പറയുന്ന വാഗ്ദത്ത വചനങ്ങളുടെ സംരക്ഷണം ഉണ്ടാകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും ഉണ്ടാകട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു തന്നെ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.